ലോക രാഷ്ട്രീയത്തിൽ നിർണായകമായ സ്വാധീനമുള്ള ചെറുകക്ഷികളിൽ ഒന്നായ കേരള കോൺഗ്രസ് ബിക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ കൂടുതൽ പരിഗണന ലഭിക്കാൻ സാധ്യത. CPM നേതൃത്വം ഈ വിഷയത്തിൽ അനുകൂലമായ നിലപാടെടുത്തുവെന്നാണ് റിപ്പോർട്ടുകൾ. നിലവിൽ ഒരു MLA മാത്രമുള്ള പാർട്ടിക്കായി കൂടുതൽ സീറ്റുകൾ അനുവദിച്ചേക്കുമെന്നും സൂചനയുണ്ട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തും കൊല്ലത്തും പാർട്ടിക്ക് സീറ്റ് നൽകാൻ സാധ്യതയുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. UDF വിട്ട് ഇടതുപക്ഷത്തേക്ക് വന്ന R ബാലകൃഷ്ണനെയും മകൻ KB ഗണേഷ് കുമാറിനെയും CPM ഇരു കൈ നീട്ടി സ്വീകരിച്ചിരുന്നു. എന്നാൽ ആദ്യഘട്ടത്തിൽ പത്തനാപുരം എന്ന ഒറ്റ സീറ്റ് മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് നൽകിയത്. R ബാലകൃഷ്ണ പിള്ളയെ ക്യാബിനറ്റ് പദവിയോടെ മുന്നോക്ക ക്ഷേമ കോർപ്പറേഷൻ ചെയർമാനാക്കുകയും ചെയ്തു. ആദ്യ പിണറായി മന്ത്രിസഭയിൽ ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം നൽകിയിരുന്നില്ല. അന്ന് കേരള കോൺഗ്രസ് ബിയെ LDFന്റെ സ്ഥാനമായി ഔദ്യോഗികമായി അംഗീകരിച്ചിരുന്നില്ല. പിന്നീടാണ് മുന്നണിയുടെ ഭാഗമാക്കിയത്. നിലവിൽ രണ്ടാം പിണറായി മന്ത്രിസഭയിൽ ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രിയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു വിഷയം BJP നേതാവായ അനിലിന്റെ ആത്മഹത്യയും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുമാണ്. അനിലിന്റെ മരണവുമായി ബന്ധപ്പെട്ട നിരവധി ദുരൂഹതകളാണ് ഉയർന്നു വരുന്നത്. ഫാം ടൂർ സഹകരണ സംഘത്തിലെ സാമ്പത്തിക ബാധ്യതകളാണ് അനിലിന്റെ ആത്മഹത്യക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഈ വിഷയത്തിൽ CPM ഇപ്പോൾ കർശനമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. അനിലിന്റെ ബന്ധുക്കളുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ സ്റ്റുവാർട്ട് കീലറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. അന്വേഷണം ഊർജിതമാക്കിയതോടെ ഫാം ടൂർ സഹകരണ സംഘത്തിലെ സാമ്പത്തിക ബാധ്യതകൾ എത്രയും വേഗം തീർക്കാൻ പാർട്ടി നേതാക്കളോടും കൗൺസിലർമാരോടും BJP സംസ്ഥാന നേതൃത്വം രഹസ്യ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പലിശ ഉൾപ്പെടെയുള്ള മുഴുവൻ വായ്പാ തുകയും തിരിച്ചടയ്ക്കണമെന്നാണ് നിർദ്ദേശം. ഈ വിഷയം കൂടുതൽ ചർച്ചയാകാതെ ഒത്തുതീർപ്പാക്കാനാണ് BJPയും ശ്രമിക്കുന്നത്. എന്നാൽ അനിലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് BJP നേതാക്കൾ ആരും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇത് ദുരൂഹത കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. അനിൽ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അദ്ദേഹത്തിന്റെ ഫോണിൽ നിന്നും മറ്റ് രേഖകളിൽ നിന്നും നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സഹകരണ സംഘത്തിലെ സാമ്പത്തിക തിരിമറികളെ കുറിച്ചും പാർട്ടികളിലെ ചില നേതാക്കളുടെ പങ്കിനെക്കുറിച്ചും അന്വേഷണ സംഘം സൂചനകൾ നൽകിയിട്ടുണ്ട്. BJPയുടെ യുവജന നേതാവായിരുന്നു അനിൽ. അദ്ദേഹത്തിന്റെ ആത്മഹത്യ പാർട്ടിക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. ഈ വിഷയത്തിൽ സത്യം പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് വിവിധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും രംഗത്തെത്തിയിട്ടുണ്ട്. കേരള കോൺഗ്രസ് ബിക്ക് കൂടുതൽ മുൻഗണന നൽകുന്നതിലൂടെ മുന്നണിയിലെ ചെറുകക്ഷികളെ കൂടുതൽ ശക്തിപ്പെടുത്താനും അതുവഴി മുന്നണിയുടെ അടിത്തറ വിപുലീകരിക്കാനുമാണ് CPM ലക്ഷ്യമിടുന്നത്. കേരളത്തിൽ CPM നേതൃത്വം നൽകുന്ന മുന്നണിയുടെ വളർച്ചയ്ക്ക് ചെറുകക്ഷികളുടെ പിന്തുണ നിർണായകമാണ്. പ്രത്യേകിച്ച് വിവിധ സമുദായങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള പാർട്ടികളെ മുന്നണിയിൽ നിലനിർത്തുന്നത് രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കും. KB ഗണേഷ് കുമാർ നിലവിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന മന്ത്രിമാരിൽ ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് കൂടുതൽ പരിഗണന നൽകുന്നത് മുന്നണിക്ക് ഗുണം ചെയ്യുമെന്നാണ് CPM കരുതുന്നത്. ഈ നീക്കം CPIയെ പോലുള്ള മുന്നണിയിലെ മറ്റ് പ്രധാന കക്ഷികൾ എങ്ങനെ കാണുമെന്നതും ശ്രദ്ധേയമാണ്. പലപ്പോഴും CPM എടുക്കുന്ന ഏകപക്ഷീയമായ തീരുമാനങ്ങൾ മറ്റ് കക്ഷികളിൽ അതൃപ്തി ഉണ്ടാക്കാറുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി ഓരോ രാഷ്ട്രീയ പാർട്ടികളും തങ്ങളുടെ തന്ത്രങ്ങൾ മെനയുന്ന തിരക്കിലാണ്. ഈ ഘട്ടത്തിൽ കേരള കോൺഗ്രസ് ബിക്ക് കൂടുതൽ പരിഗണന നൽകാനുള്ള CPM നീക്കം ഒരു മുന്നൊരുക്കമായി കണക്കാക്കാം. ഇത് മുന്നണിയിലെ മറ്റ് പാർട്ടികളുടെ എതിർപ്പില്ലാതെ നടപ്പാക്കാൻ CPM ശ്രമിക്കുമോ അതോ സമവായത്തിലൂടെ പ്രശ്നം പരിഹരിക്കുമോ എന്ന് കണ്ടറിയണം.